അലർജി ഒരിക്കലും നമുക്കൊരു ഇൻഫെക്ഷൻ പോലെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖം അല്ല. 5 ദിവസം 10 ദിവസം മരുന്ന് കഴിച്ചാൽ നമുക്ക് ഒരിക്കലും അലർജി മാറ്റാൻ സാധിക്കില്ല. നമ്മൾ അലർജിയുടെ ട്രീറ്റ്മെന്റ്, പ്രോപ്പർ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണോ അലർജി എന്നത് കണ്ടുപിടിച്ച് അതിന്റെ അവോയ്ഡൻസിനോടൊപ്പം മരുന്നുകൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ട്രീറ്റ്മെന്റ് മെത്തേഡിൽ ആദ്യം പറയുന്ന ഓപ്ഷൻ. എപ്പോഴും അത് ഫെയിൽ ആവുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഈ പറയുന്ന പോലെ ഇമ്മ്യൂണോതെറാപ്പി അങ്ങനെയുള്ള ഹൈ ലെവൽ ട്രീറ്റ്മെന്റ്സിലേക്ക് നമ്മൾ കടക്കുക. ഇതെല്ലാം മിനിമം ഒരു 3 to 6 months എടുക്കുന്ന ട്രീറ്റ്മെന്റ്സ് ആണ്. അപ്പൊ ഇതിനകത്ത് ഡോക്ടർ എടുക്കുന്ന എഫേർട്ടിനെക്കാട്ടിലും ഒരുപാട് കൂടുതലാണ് പേഷ്യന്റിന്റെ സൈഡിൽ നിന്നുള്ള കോംപ്ലയൻസ് എന്ന് പറയും. പേഷ്യന്റ് ആണ് ഈ പറയുന്ന ട്രീറ്റ്മെന്റ്സിനോടൊക്കെ സ്റ്റിക്ക് ഓൺ ചെയ്ത് കറക്റ്റായിട്ട് ഫോളോ അപ്പും കാര്യങ്ങളും ചെയ്ത് പോകുന്നത്. പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു 3 മാസമൊക്കെ കഴിഞ്ഞാൽ നല്ല സിംറ്റം കൺട്രോൾ ആകുമ്പോൾ എല്ലാവരും ട്രീറ്റ്മെന്റ്സ് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത്. അപ്പോഴാണ് പലപ്പോഴും നമ്മൾ മരുന്നുകളൊക്കെ നിർത്തി കഴിയുമ്പോൾ വീണ്ടും സിംറ്റംസ് വരുന്നു എന്ന് പറയുന്നത്. ഈ സിംറ്റം കൺട്രോൾ വരുമ്പോൾ നമ്മളെ മരുന്നുകൾ അവസാനിപ്പിക്കുക എന്നുള്ള പ്രശ്നം കൊണ്ട് വരുന്നതാണ്. അപ്പൊ നമ്മൾ സിംറ്റം കൺട്രോൾ വന്നാലും പിന്നെയും ഒരു മെയിൻ്റനൻസ് പോലെ നമ്മൾ കുറച്ച് നാളും കൂടെ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ അലർജി കൺട്രോൾ ചെയ്യാനാണെങ്കിലും നമ്മൾ മാറാനായിട്ടാണെങ്കിലും നമ്മൾ ചെയ്യേണ്ട കാര്യം.